നമസ്കാരം. ഇന്ന് മെയ് 31 ശനിയാഴ്ച ഇടവം 17. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ഇതുൾപ്പെടെയുള്ള നിരവധി വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഞാൻ പ്രവിതാലക്ഷ്മി. ഞാൻ ഉമേഷ് ശിവരാമൻ. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. മോർണിംഗ് ന്യൂസിലേക്ക് വിശദമായി നമ്മൾ പോകുന്നു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യത എന്നതാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പ്. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിൽ അടുത്ത 3 മണിക്കൂർ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളെ മുതൽ മഴ കുറഞ്ഞു തുടങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വിഴിഞ്ഞത്തുനിന്ന് മത്സ്യബന്ധനത്തിന് പോയ 3 വള്ളങ്ങൾ തിരിച്ചെത്താത്തതിൽ ആശങ്ക. വ്യാഴാഴ്ച വൈകിട്ട് വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് പോയ മത്സ്യബന്ധന വള്ളങ്ങളാണ് ഇതുവരെയും തിരിച്ചെത്താത്തത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഇപ്പോൾ MG പ്രതീഷാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, നിലവിൽ എന്തൊക്കെയാണ് സംസ്ഥാനത്തെ കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ? വിവരങ്ങൾ പ്രതീഷ്. ഉന്മേഷ, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് തുടരുന്ന അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്നത്. നാളെ വടക്കൻ കേരളത്തിലെ 2 ജില്ലകളിൽ മാത്രമാണ് നിലവിൽ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ്. അതുകൊണ്ട് തന്നെ നാളെയോടുകൂടി തന്നെ ഈ അതിതീവ്ര മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ നിന്ന് തന്നെ വ്യക്തമാകുന്ന കാര്യം. പക്ഷേ യെല്ലോ അലർട്ടാണ് പല ജില്ലകളിലെങ്കിലും. ഓറഞ്ച് അലർട്ടിന് സമാനമായ മഴ പല ജില്ലകളിലും പെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് മലയോര മേഖലകളിലടക്കം ഇന്നലെ രാത്രി മുതൽ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ആലപ്പുഴ, എറണാകുളം, കോട്ടയം, ഇടുക്കി പോലുള്ള ചില ജില്ലകളിൽ 3 മണിക്കൂർ സമയത്തേക്ക് കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അത് 7 മണിവരെയാണ്. ഇന്ന് രാവിലെയോടുകൂടി തന്നെ പുതിയ മഴ മുന്നറിയിപ്പ് വരും. അതിൽ നിലവിലെ മുന്നറിയിപ്പിൽ മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് ഇപ്പോഴും തുടരുമെന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യെല്ലോ അലർട്ട് ആണെങ്കിലും അതീവ ജാഗ്രത ജനങ്ങൾ പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ച് വിഴിഞ്ഞത്തൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം ഈ വ്യാഴാഴ്ച നിരവധി വള്ളങ്ങൾ വിഴിഞ്ഞത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയിരുന്നു. ഇതിൽ 3 വള്ളങ്ങൾ തിരിച്ചെത്താനുണ്ട് എന്നതാണ് കോസ്റ്റൽ പോലീസിന്റെ തന്നെ കണക്കുകൾ പറയുന്നത്. ഈ 3 വള്ളങ്ങളിലായി 13 മത്സ്യത്തൊഴിലാളികളാണ് വിഴിഞ്ഞം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയത്. ആ മത്സ്യത്തൊഴിലാളികൾ ഇതുവരെയും തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള വിവരമാണ് ഇന്നലെ രാത്രി വൈകിയും ലഭിച്ചിട്ടുള്ളത്. ഇവർക്കായി കോസ്റ്റൽ പോലീസിന്റെയും കോസ്റ്റ് ഗാർഡിന്റെയും ഒക്കെ തന്നെ തിരച്ചിൽ തീരമേഖലകളിൽ നടക്കുന്നുണ്ട്. പക്ഷേ പ്രതികൂല കാലാവസ്ഥയാണ് ഈ തിരച്ചിലിന് തടസ്സമായി നിൽക്കുന്നത്. അതിശക്തമായ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുന്നുണ്ട്. നേരത്തെ ഒരു വള്ളം അപകടത്തിൽപ്പെട്ട ഒരു മത്സ്യത്തൊഴിലാളി ഇന്നലെ മരിച്ചിരുന്നു. ഇതിൽ ഒരാളെ കാണാതായിട്ടുണ്ട്. അദ്ദേഹത്തെക്കുറിച്ചും ഇതുവരെയും വിവരം ലഭിച്ചിട്ടില്ല. MG പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ഇനി കൊച്ചിയിലേക്കാണ് നിതിൻ അംബുജൻ ചേരുന്നുണ്ട്. നിതിൻ, കൊച്ചിയിൽ ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴയാണ് പെയ്യുന്നത്. ഇന്ന് യെല്ലോ അലേർട്ട് ആണെങ്കിൽ പോലും രാവിലെ മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ജില്ലയിലെ അവസ്ഥ? ഒപ്പം എത്രത്തോളം നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്? മറ്റു വിവരങ്ങളും എങ്ങനെ? ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം തന്നെ ഓറഞ്ച് അലർട്ടിലൂടെയാണ് ജില്ലയിലെ മഴ സാഹചര്യം കടന്നുപോയത്. ഇന്നലെ രാത്രി അല്പം നേരം ജില്ലയിലെ നഗരത്തിൽ, പ്രധാനമായും നഗരത്തിൽ മഴ അല്പം മാറുന്നെങ്കിലും ഇന്ന് രാവിലെ വീണ്ടും അതിശക്തമായ മഴയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ നഗരത്തിലും നഗരത്തിന്റെ ഉൾപ്രദേശങ്ങളും പ്രത്യേകിച്ചും പിറവടക്കമുള്ള ചില ഉൾപ്രദേശങ്ങളിലും ഇത്തരത്തിൽ ശക്തമായ മഴ അനുഭവപ്പെടുന്നുണ്ടെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. എന്തായാലും അടുത്ത മണിക്കൂറുകളിലെ സാഹചര്യങ്ങൾ തന്നെ ഇനി ഈ ഒരു നിലയിൽ തന്നെ പോകാനാണ് സാധ്യത. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അത്തരം ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ജില്ലയിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ തീരപ്രദേശങ്ങളിലാണ് അതീവ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 6 ദിവസം ശക്തമായി മഴ പെയ്ത ഘട്ടത്തിലെല്ലാം വലിയ കടലാക്രമണമെല്ലാം തന്നെ തീരപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ചെല്ലാനം, അതോടൊപ്പം തന്നെ കണ്ണമാലി, കൂടാതെ മുനമ്പം അടക്കമുള്ള മേഖലകളിൽ ഈ തീരപ്രദേശങ്ങളിലെ ജനജീവിതം ദുസ്സഹമാണ്. നിരവധി വീടുകൾ ഈ കടൽ ഇത്തരത്തിൽ അടിച്ചു കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ ജനജീവിതം വലിയ ദുരിതമായ സാഹചര്യത്തിൽ വലിയ പ്രതിഷേധത്തിലേക്കാണ് ആളുകളടക്കം കടന്നിരിക്കുന്നത്. എന്തായാലും ടെട്രോപോൾ അടക്കമുള്ള കാര്യങ്ങളിൽ അവിടെ അടിയന്തരമായി ഇടപെടൽ വേണം. ഫണ്ട് അനുവദിച്ചിട്ടും അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഈ മേഖലയിലാണ് പ്രത്യേകിച്ചും ജാഗ്രത പാലിക്കേണ്ടെന്ന ഒരു നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ മലയോര പ്രദേശങ്ങൾ, പ്രത്യേകിച്ചും ഇന്നലെ മൂവാറ്റുപുഴയാറെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ക്രമാതീതമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു.
ഇന്നും മഴ കൂടുകയാണെങ്കിൽ തീരപ്രദേശങ്ങളിൽ കഴിയുന്നവർ ഇത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറേണ്ട സാഹചര്യമുണ്ട്. ജില്ലയിൽ ഇതുവരെ 213 വീടുകളാണ് ഇത്തരത്തിൽ ഭാഗികമായി നശിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്. 2 മരണം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ ചെറായിലും കുമ്പളത്തും വള്ളം മറിഞ്ഞ് 2 പേരെ കാണാതായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുന്നെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും നഗരത്തിൽ ഇപ്പോഴും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. AV ജയശങ്കർ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നുണ്ട്. ഇപ്പോൾ ജയശങ്കർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് നിലവിൽ പത്തനംതിട്ട ജില്ലയിലെ മഴ സാഹചര്യം? രാവിലെ മഴയുണ്ടോ ജില്ലയിൽ, ജയശങ്കർ? പത്തനംതിട്ട ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് മഴയ്ക്ക് ചെറിയ തോതിലൊരു ശമനം സംഭവിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടുകൂടി ഇടപെട്ട ദുർബലമായ മഴ മാത്രമാണ് നിലവിൽ ജില്ലയിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ചെറിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട് എന്നതും ആശ്വാസകരമാണ്. ഇന്ന് മഞ്ഞ മഴ മുന്നറിയിപ്പാണ് ജില്ലയിൽ ഉള്ളത്. എന്തായാലും വലിയ ഒരു ജാഗ്രതാ നിർദ്ദേശം ജില്ലയിൽ ഈ നദീതീരങ്ങളിലും മറ്റും ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. കാരണം ഈ വനത്തിനുള്ളിൽ ഉൾപ്പെടെ മഴ പെയ്ത ആ വെള്ളം ഉരുൾപൊട്ടൽ ഉൾപ്പെടെ സാധ്യതയുള്ളതിനാൽ തന്നെ നദീതീരങ്ങളിൽ വലിയൊരു ജാഗ്രതയുണ്ട്. അതിനപ്പുറത്തേക്ക് ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ജയശങ്കർ തുടരുക. ഇപ്പോൾ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് ഒരുങ്ങുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് മുൻപായി 5000 പേരെ അണിനിർത്തിക്കൊണ്ടുള്ള റാലി ഉൾപ്പെടെ നടത്താനാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കാനിരിക്കെയാണ് അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. ആരൊക്കെയുണ്ട് അദ്ദേഹത്തിനോടൊപ്പം? എപ്പോഴായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് ഇനി പത്രികാ സമർപ്പണത്തിനായി പോവുക? വിവരങ്ങൾ. ഇവിടെ നിന്ന് നേരെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലേക്കാണ് യാത്ര തിരിക്കുക. അവിടെ എത്തി പത്രിക സമർപ്പിക്കും. ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായാണ് ഈ കെ കരുണാകരന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി കുടീരത്തിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കല്യാണിക്കുട്ടി അമ്മയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും അല്പം മുമ്പ് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഈ തൃശൂരിലെത്തിയ ആര്യാടൻ ഷൗക്കത്തിന് ഒരുക്കുകയും ചെയ്തത്. കോൺഗ്രസുകാരെ സംബന്ധിച്ച് ലീഡർ കെ കരുണാകരൻ അവരുടെ വൈകാരിക ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിക സമർപ്പണത്തിന് മുമ്പ് ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ആര്യാടൻ ഷൗക്കത്ത് തൃശൂരിലെത്തിയത്. തൃശൂരിൽ പൂങ്കുന്നത്തെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് നേരെ നിലമ്പൂരിലേക്ക് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നിലമ്പൂരിലെത്തി ഇന്ന് പത്രിക സമർപ്പിക്കും. ഇന്നലെ അദ്ദേഹം ഈ ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്തും കോട്ടയത്തും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തൃശൂരിൽ എത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണ്. പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മുരളി മന്ദിരത്തിലേക്ക് എത്തി. നേരെ നിലമ്പൂരിലേക്കാണോ? നേരെ നിലമ്പൂരിലേക്ക് ഓർമ്മകളിൽ തുടങ്ങുകയാണ്. ഒരു കോൺഗ്രസ് പ്രവർത്തനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈകാരിക ഇടം തന്നെയാണ് മുരളി മന്ദിരം. സ്വാഭാവികമായിട്ടും താങ്കളുടെ പിതാവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളും പ്രശ്നങ്ങളും വേറെ ഉണ്ടാവും. പക്ഷേ അവിടെ എത്തി ആണ് തുടങ്ങുന്നത് അല്ലെ? പറയട്ടെ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, UDF-നെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുസ്സഹവും ദുരിതപൂർണമായ ഭരണം മാറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കും. ആ തുടക്കം ഇന്നത്തെ ദിവസത്തിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത, ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ്. നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത്, എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് ഈ പ്രഭാതത്തിൽ
കോൺഗ്രസിനെ കേരളത്തിൽ കോൺഗ്രസ് ആക്കി മാറ്റിയ 9 MLA-മാരിൽ നിന്ന് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന എന്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ കെ കരുണാകരൻ സാറിന്റെ കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എന്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന ഒളിമങ്ങാത്ത ഓർമ്മകൾ അത് ഇപ്പോഴും ഒരു കരുത്തും ശക്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജമായി മാറുകയാണ്. ലീഡർ കെ കരുണാകരൻ സാർ നിലമ്പൂരിൽ വന്ന് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഞാനിതിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ധീരമായ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ആത്മാവ് ഇന്ന് നിലമ്പൂരിൽ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിനുണ്ട് എന്ന് കൂടി വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഊർജം ഇവിടെ നിന്ന് ലഭിക്കുന്നു. എന്തായാലും ഇന്ന് ഈ നാമനിർദ്ദേശക പത്രികാ സമർപ്പണം രാവിലെ 11:20 നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നൽകുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും അനുഗ്രഹവും ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. എന്നും ഈ നാടിനു വേണ്ടി, കേരളത്തിനു വേണ്ടി കൂടെ നിൽക്കാൻ, പ്രത്യേകിച്ചും അതിസാധാരണക്കാരന് വേണ്ടി കൂടെ നിൽക്കാൻ എന്റെ പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ മുന്നോട്ടു പോകാൻ ഞാനുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എം സ്വരാജ് എതിർ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി എങ്ങനെ കാണുന്നു? മത്സരം നിലമ്പൂരിൽ കടുത്തു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചുപിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ്. നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു. അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല, ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കാറുള്ളത്. എന്താണ് അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, അതിനെക്കുറിച്ച് ഞാൻ വല്ലാതെ പറയുന്നില്ല. എങ്കിലും ഒരു സംസ്ഥാനത്തെ സ്വരാജന്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതും ഒക്കെയാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. 3-4 ദിവസം മുൻപൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണ വീട്ടിൽ വെച്ച്. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. 967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിലാകെ 2 പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു. എന്തുകൊണ്ടാണ് CPM-ന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ്, സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. എന്താണ് അതിന്റെ കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തോടു കൂടി തിരിച്ചുപിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും UDF-ഉം തയ്യാറായി. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോൾ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു. നമ്മൾ മഴ വാർത്തകളിലേക്ക് മടങ്ങുന്നു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. ടോബി, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് മഴ വിവരങ്ങൾ ജില്ലയിൽ? ടോബി. ഉന്മേഷ്, ഇന്ന് രാവിലെ 4 മണിയോടുകൂടിയാണ് ഒരു മഴ മുന്നറിയിപ്പ് വന്നത്. അതായത് 3 മണിക്കൂർ നേരം അതിശക്തമായിട്ടുള്ള മഴ
ജില്ലയിൽ ഉണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് വന്നത്. ആ അറിയിപ്പ് ശരിവെക്കുന്ന രീതിയിലുള്ള മഴയാണ്, അല്ലെങ്കിൽ ആ പ്രവചനം ശരിവെക്കുന്ന രീതിയിലുള്ള മഴയാണ് ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുമെങ്കിൽ നമുക്ക് പറയാം. ശക്തമായ മഴ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പെയ്യുന്നുണ്ട് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ആശങ്കപ്പെടുത്തുന്നത് ഈ മഴയല്ല, പക്ഷെ അതിനപ്പുറത്തേക്ക് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. 25-ാം തീയതി പെയ്ത മഴയിൽ അതിശക്തമായിട്ടുള്ള വെള്ളം മീനച്ചിലാറ്റിൽ ഉയരുകയും അത് താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്തു. അത് വേമ്പനാട്ട് കായലിലേക്ക് ആ വെള്ളം ഒഴുകിപ്പോയില്ല. ഇതേ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങൾ കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് വെള്ളക്കെട്ടിലായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പെയ്യുന്ന മഴ. ഈ മഴയെ പെയ്തുണ്ടാകുന്ന വെള്ളവും മീനച്ചിലാറ്റിലെ ജലനിരപ്പ് ഉയർന്നു വരുന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കൂടുതൽ പ്രദേശങ്ങളിലേക്ക് ഈ വെള്ളക്കെട്ട് വ്യാപിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനോടകം തന്നെ 30ഓളം ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ തുടരുകയാണെങ്കിൽ ഇനിയും ക്യാമ്പുകളുടെ എണ്ണം വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുമുണ്ട്. അതോടൊപ്പം തന്നെ ജില്ലയിലെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ചും കിഴക്കൻ മേഖലയിലൊക്കെ ജാഗ്രത തുടരണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് പോയിട്ടുള്ളത്. എന്തായാലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. ജലനിരപ്പ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ ഉയർന്നു വരുന്നതാണ് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മരം വീണ് നാശനഷ്ടം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇപ്പോൾ വെള്ളം കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ജില്ലയിൽ കാണാൻ സാധിക്കുന്നത്. ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി അരുൺ പൂപ്പറമ്പയിലേക്കാണ്, കണ്ണൂരിൽ നിന്നാണ് അരുൺ ചേരുന്നത്. അരുൺ, ഗുഡ് മോർണിംഗ്. അരുൺ, കണ്ണൂരിൽ ഇന്നലെ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീഴുന്നത് ഉൾപ്പെടെ മഴയുമായി ബന്ധപ്പെട്ട നിരവധി നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തത് അരുൺ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഇന്നിപ്പോൾ കണ്ണൂരിൽ മഴയുണ്ടോ? ഒപ്പം തന്നെ കാസർഗോഡ് ജില്ലയുടെയും അവസ്ഥ എങ്ങനെയാണെന്ന് പറയും. പ്രവിധ, ഇന്നലത്തെ ഒരു സാഹചര്യം താരതമ്യപ്പെടുത്തിയാൽ മഴയുടെ ശക്തി അല്പം കണ്ണൂർ ജില്ലയിൽ കുറഞ്ഞിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ നിന്ന് അത്തരം വിവരങ്ങളാണ് ലഭിക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ അതിതീവ്രമായ മഴയും വലിയ നാശനഷ്ടവും മഴക്കെടുതികളൊക്കെ ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. പ്രത്യേകിച്ച് താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും വെള്ളം കയറി, വീടുകളിലൊക്കെ വെള്ളം കയറി കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. കണ്ണൂർ നഗരപ്രദേശത്ത് തന്നെ പലയിടങ്ങളിലും അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നും മഴയുടെ ശക്തി അല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയിട്ടില്ല. പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ കുറഞ്ഞിട്ടില്ല. മഴ കുറയുന്നുണ്ടെങ്കിൽ പോലും അത്തരം പുഴകളിലെ ജലനിരപ്പ് കുറഞ്ഞിട്ടില്ല എന്നതാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. പ്രധാനമായും ചില സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ജില്ലയിലെ അതായത് അപകട സാധ്യതയുള്ള ചില മേഖലകളുണ്ട്. അവിടെ ജില്ലാ ഭരണകൂടം പ്രത്യേകം തന്നെ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നൽകിയതാണ്. മഴ ഇങ്ങനെ തുടർച്ചയായി പെയ്യുന്നത് കൊണ്ട് തന്നെ ഈ മണ്ണിടിച്ചിൽ സാധ്യത ആ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് മലയോര മേഖലയിലാണ്. ഈ ചെറുപുഴയിലൊക്കെ ഇന്നലെ അതിശക്തമായ മഴയാണ് പെയ്തത്. അവിടെ വ്യാപകമായ കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ പ്രധാനപ്പെട്ട 2 പുഴകൾ കരകവിഞ്ഞൊഴുകുകയാണ്. ഇപ്പോഴും അതിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്നതാണ് പറയുന്നത്. ഇരിട്ടി പേരാവൂർ മേഖലയിലും സമാനമായ സാഹചര്യമാണ്. ഇരിട്ടി പുഴയും കരകവിഞ്ഞൊഴുകുകയാണ്. ഈ പഴശ്ശി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നു തന്നെ കിടക്കുകയാണ്. അങ്ങനെ താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും ഇപ്പോഴും വെള്ളത്തിലാണ്. അതോടൊപ്പം ഈ പുഴകളിലെ ജലനിരപ്പ് കാര്യമായി തന്നെ ഉയർന്നിട്ടുണ്ട് എന്ന മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മഴക്കെടുതികളാണ് പ്രധാനപ്പെട്ട. ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പെയ്ത മഴയിൽ ആദ്യഘട്ടത്തിൽ ശക്തമായ കാറ്റിനെ തുടർന്ന് മരം വീണും ഒക്കെയാണ് വീടുകൾക്ക് നാശനഷ്ടമുണ്ടായതെങ്കിൽ ഇന്നലെ സംഭവിച്ചത് വ്യാപകമായി വെള്ളം കയറുകയാണ്. വിവിധയിടങ്ങളിൽ നിന്ന് അത്തരം കാഴ്ചകൾ നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് ജില്ലയിലും വലിയ മഴക്കെടുതി ഇന്നലെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് മഞ്ചേശ്വരം അതിർത്തി മേഖലയിലൊക്കെ അവിടെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന സാഹചര്യമുണ്ട്. അവിടുത്തെ പുഴകളിലും കാര്യമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. കാസർഗോഡ് ഇന്ന് രാവിലെ പുലർച്ചെ ശക്തമായ മഴയുണ്ട് എന്നതാണ് അവിടുന്ന് ലഭിക്കുന്ന വിവരം. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അഭിജിത്ത് മുഴക്കുന്നിലേക്ക് കൂടി കോഴിക്കോട് നിന്നാണ് അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നത്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ജില്ലയിലെ മഴ സാഹചര്യം അഭിജിത്ത്? ഗുഡ്
മോർണിംഗ്. ജില്ലയിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ്. രാവിലെ മുതൽ ഇടവിട്ടുള്ള ശക്തിയായ മഴ അനുഭവപ്പെടുന്നുണ്ട്. നഗരമേഖലകളിലും മലയോര പ്രദേശത്തും സമാനമായ സാഹചര്യമാണുള്ളത്. ഇന്നലെ വലിയ മഴയായിരുന്നു ജില്ലയിൽ. അതിനെ തുടർന്ന് പലയിടങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമുണ്ടായി. മരങ്ങൾ പൊട്ടി വീണ് വീടുകൾ തകരുന്ന ഒരു സ്ഥിതിവിശേഷവും ഇന്നലെ നമ്മൾ കണ്ടതാണ്. ഇന്നിപ്പോൾ അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുടെ റിപ്പോർട്ടുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പക്ഷേ മുന്നറിയിപ്പ് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് നിലനിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയും മരം പൊട്ടി വീഴാനുള്ള സാധ്യതയും ഒക്കെ ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. ആ രീതിയിലുള്ള ജാഗ്രത പുലർത്തണമെന്നും ജില്ലാ ഭരണകൂടം പറഞ്ഞിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഇതുവരെ 3 ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത്. 130 പേർ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. വിലങ്ങാടാണ് ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളവരുള്ളത്. 108 പേരോളം അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നുണ്ട്. ഒപ്പം തന്നെ പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഇപ്പോഴുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് മാവൂർ, ചാത്തമംഗലം പോലെയുള്ള പ്രദേശങ്ങളിലാണ് ഇങ്ങനെ ഒരു മഴ പെയ്താൽ തന്നെ വീടുകളിലേക്കൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ഒപ്പം ഈ ഇരവഞ്ഞിപ്പുഴയും പൂനൂർ പുഴയും ഒക്കെ കരകവിഞ്ഞൊഴുകുന്ന ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവരോട് ജാഗ്രതയ്ക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കക്കയം ഡാമിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജലനിരപ്പ് ഇനിയും ഉയരുകയാണെങ്കിൽ റെഡ് അലേർട്ടിലേക്ക് പോകേണ്ടി വരും. ജലം തുറന്നുവിടേണ്ട ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടാകും. ഏതായാലും നിലവിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ടാണ്. രാവിലെ മുതൽ വലിയ മഴയില്ല, പക്ഷേ ഇടവിട്ടുള്ള മഴ കോഴിക്കോടിൻ്റെ നഗരപ്രദേശത്തും മലയോര പ്രദേശത്തും അനുഭവപ്പെടുന്നുണ്ട്. ഉന്മേഷ്. അഭിജിത്ത് മുഴക്കുന്നാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കനത്ത മഴ തുടരുന്നതിനാൽ കോട്ടയം, കൊല്ലം, ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ്. കൊല്ലം ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമില്ല. അതിതീവ്ര മഴ കേരളത്തെ വിറപ്പിച്ചപ്പോൾ തീരദേശവാസികൾക്ക് ഇത് വറുതിക്കാലം കൂടിയാണ്. മത്സ്യസമ്പത്ത് കുറഞ്ഞതും കടലിലെ വിലക്കും വ്യാജ പ്രചാരണങ്ങളും മത്സ്യത്തൊഴിലാളികളെ തളർത്തി. മുന്നറിയിപ്പ് അവഗണിച്ചും കടലിലിറങ്ങുന്നത് ഗതികേട് കൊണ്ടാണെന്ന് തീരജനത പറയുന്നു. പുലിമുട്ടിനപ്പുറം കടൽ കലുഷിതമാണ്. പതിവിലും മുമ്പേ വന്ന കാലവർഷം തീരത്ത് വറുതിക്കാലം നേരത്തെയാക്കി. ചരക്കുകപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ തീരത്തടിഞ്ഞതിന് പിന്നാലെ ഉണ്ടായ വ്യാജ പ്രചാരണങ്ങൾ മത്സ്യവിൽപ്പന കുറച്ചു. കടലിൽ മത്സ്യബന്ധന വിലക്ക് തുടരുമ്പോഴാണ് വള്ളം മറിഞ്ഞ 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായതും ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയതും. മുന്നറിയിപ്പ് അവഗണിച്ച് കടലിൽ ഇറങ്ങിയതല്ലേ എന്ന് ചോദിച്ചാൽ പ്രതികരണം ഇങ്ങനെ. ബുദ്ധിമുട്ടി ഇറങ്ങണ്ടെന്ന് പറയുന്നത് അത് അവിടെ നിന്ന് അറിയിപ്പ് അനുസരിച്ച് പറയത്തുള്ളൂ. പക്ഷേ അതനുസരിച്ച് ഗവൺമെൻറ് എന്തെങ്കിലും ചെയ്യണമല്ലോ. ഇറങ്ങിയില്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾ എന്താണ് കഴിക്കേണ്ടത്? അവർക്കെന്തിനും അന്നുള്ള ആഹാരത്തിന് ഇത് വേണമല്ലോ. അങ്ങനെ ഒരു സംവിധാനം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. അത് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അവർ അന്നന്ന് കിട്ടുന്നത് ജീവിക്കുന്നവരാണ്. അല്ല, മത്സ്യലഭ്യത കൂടുതലുണ്ടെങ്കിൽ ഇവരെ മാറ്റി വയ്ക്കുക. 50 വെള്ളം പോയാലും കിട്ടുന്ന 2-3 വെള്ളത്തിനായിരിക്കും മീൻ കിട്ടുന്നത്. ബാക്കിയുള്ള വള്ളക്കാരെന്തിനും. ജൂൺ 6 മുതൽ ട്രോളിംഗ് നിരോധനം തുടങ്ങും. പിന്നെ ഇതേ അവസ്ഥയാകും നീണ്ട 1 മാസക്കാലം. ഹാർബറുകളിൽ ബന്ധിക്കപ്പെട്ട ഈ ഓരോ വള്ളങ്ങളും പല പല കുടുംബങ്ങളുടെ ജീവിതമാർഗം കൂടിയാണ്. വേനൽ മഴയും അതിനു പിന്നാലെ എത്തിയ കാലവർഷവും കേരളത്തിലെ തീരജനതയ്ക്ക് സമ്മാനിച്ചത് വറുതിക്കാലമാണ്. പുലിമുട്ടും കടന്ന കൂറ്റൻ തിരമാലകൾ തീരത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ ഈ ദുരിതകാലം ഇന്ന് തീരുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ചോദിക്കുന്നത്. ക്യാമറമാൻ VS മനീഷിനൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. നിലമ്പൂരിലേക്കാണ്. നിലമ്പൂരിൽ അംഗം മുറുകുന്നു. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന് നാമനിർദ്ദേശ പത്രിക നൽകും. വാഹന റാലിയുടെ നിലമ്പൂർ താലൂക്ക് ഓഫീസിലെത്തിയാണ് പത്രിക നൽകുക. തൃശൂരിൽ K കരുണാകരൻ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി ആര്യാടൻ ഷൌക്കത്ത്. LDF സ്ഥാനാർത്ഥി M സ്വരാജ് ഇന്ന് മണ്ഡലത്തിലെത്തും. ജന്മനാട്ടിൽ ആദ്യമായി മത്സരിക്കാനെത്തുന്ന M സ്വരാജിന് റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വീകരണം നൽകും. നാളെ LDF തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. PV അൻവറിന്റെ UDF പ്രവേശനത്തിലും ഇന്ന് തീരുമാനമറിയാം. ആര്യാടൻ ഷൌക്കത്തിന് പിന്തുണ പ്രഖ്യാപിച്ചാൽ അസോസിയേറ്റ് ഘടകകക്ഷിയാക്കാം എന്ന നിലപാടിലാണ് UDF. എന്നാൽ പൂർണ്ണമായും ഘടകകക്ഷിയാക്കണം എന്ന നിലപാടിലാണ് PV അൻവർ. കൂടുതൽ വിശദാംശങ്ങളുമായി വിപിൻ C വിജയനും ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം വിപിൻ C വിജയനിലേക്ക് പോകുന്നു. വിപിൻ,
രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് അൻവറിന്റെ തീരുമാനം എന്താണ് എന്നുള്ളതാണ്. ഇന്നലെ വൈകിയും UDFന്റെ തീരുമാനത്തിൽ യാതൊരു മാറ്റവുമില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി അൻവർ സ്വയം മത്സരിക്കുമെന്ന പ്രഖ്യാപനം നടത്തുമോ, ഏത് തരത്തിലുള്ള പ്രഖ്യാപനം എന്നുള്ളത് 9 മണിക്ക് അറിയാമെന്ന് മനസ്സിലാക്കുന്നു. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. ഈ പറഞ്ഞതുപോലെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഒരാഴ്ച പിന്നിടുമ്പോഴും UDF കേന്ദ്രങ്ങളിലെ പ്രധാന ചർച്ച PV അൻവറിനെ ബന്ധപ്പെട്ടതാണ്. അതിൽ തന്നെ കറങ്ങുകയാണ് എന്ന് തന്നെ പറയാം. ഇപ്പോഴും അതിലൊരു തീരുമാനമായിട്ടില്ല. ഇന്ന് ഒരു ക്ലൈമാക്സ് ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നലെ ഒരു വാർത്താ സമ്മേളനം വിളിച്ചിരുന്നു. PV അൻവറും UDFും രണ്ടു വഴിക്കാണെന്നുള്ള പ്രതീതിയായിരുന്നു. ഈ സമയത്താണ് ഒരു പകൽ കൂടി കാത്തിരിക്കാൻ 3 സമുദായത്തിൽപ്പെട്ട നേതാക്കളും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് PV അൻവർ പറയുന്നതും ഇന്നലെ മുതൽ പിന്നീട് മാധ്യമങ്ങളെ കാണാതെയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ വൈകുന്നേരമായിട്ടും അതിലൊരു തീരുമാനമായിരുന്നില്ല. ചർച്ച വഴിമുട്ടിയിരിക്കുന്നു. അതിനുള്ള പ്രധാന കാരണം UDF അസോസിയേറ്റ് അംഗമാക്കാം, ഒപ്പം ആര്യടൻ ഷൗക്കത്തിന് പൂർണ്ണ പിന്തുണ ആദ്യം പ്രഖ്യാപിക്കുക എന്നുള്ള നയമാണ് സ്വീകരിച്ചത്. ഇത് UDFന്റെ കൺവീനർ അടൂർ പ്രകാശ് UDF നേതൃയോഗത്തിന് ശേഷം രാത്രി 9 മണിയോടുകൂടി PV അൻവറിനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ തൃണമൂൽ കോൺഗ്രസ് ഇതിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം പൂർണ്ണമായും ഘടകകക്ഷിയാക്കണം, അസോസിയേറ്റ് അംഗമാക്കാം എന്നുള്ളത് മെയ് 2-ാം തീയതി തന്നെ തീരുമാനിച്ചതാണ്. അത് ഇതുവരെയും പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. ഇനി ഘടകകക്ഷിയിൽ കുറഞ്ഞ ഒന്നിനും അംഗീകരിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് എടുത്തിരിക്കുന്നത്. രാത്രിയും വളരെ വൈകിയും സമവായ ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇന്ന് 9 മണിക്കാണ് PV അൻവർ വാർത്താ സമ്മേളനം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം ഈ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള ഇപ്പോഴത്തെ കാര്യത്തിൽ അത് വഴങ്ങുമോ, പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ ആവുന്നതിന് തൊട്ടു മുൻപ് ഘടകകക്ഷിയാക്കാമെന്നുള്ള ആ ഒരു കാര്യത്തിന് അംഗീകാരം നൽകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. മറ്റൊന്നുള്ളത്, അല്ലെങ്കിൽ PV അൻവറും തിരഞ്ഞെടുപ്പ് ഗോതയിലുണ്ടാവും. വലിയ ഒരു ത്രികോണ പോരാട്ടം അങ്ങനെയാണെങ്കിൽ നിലമ്പൂർ സാക്ഷിയാവും എന്നുള്ളത് തെല്ലും സംശയമില്ല. ഇപ്പോൾ LDFന്റെ സ്ഥാനാർത്ഥിയായി M സ്വരാജ് കൂടി എത്തിയതോടുകൂടി വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കാനിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ടല്ലോ. ഇതിൽ UDF മുൻനിർത്തിയ സ്ഥാനാർത്ഥി അംഗീകരിക്കണം എന്നുള്ളതാണ് UDFന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി. അതിനുശേഷമാണ് അസോസിയേറ്റ് ആക്കാം എന്നുള്ള കാര്യത്തിലേക്കൊക്കെ UDF കടക്കുക. അതിനി അൻവർ സമ്മതിക്കാനുള്ളൊരു സാഹചര്യം എത്രത്തോളം ഉണ്ട്? അത്തരത്തിലൊരു തീരുമാനത്തിലേക്കൊക്കെ അൻവർ എത്തുമോ? പ്രവിത, ആദ്യം ഘടകകക്ഷിയാക്കുക, അപ്പോൾ തന്നെ ഇത്തരത്തിൽ ഒരു സ്ഥാനാർത്ഥി അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് വരാം എന്നുള്ളൊരു നയമാണ് അദ്ദേഹം ആദ്യം മുതൽ തന്നെ സ്വീകരിക്കുന്നത്. അതായത് ആര് ആദ്യം എന്നുള്ളതാണ്. ആദ്യം സ്ഥാനാർത്ഥിയെ അംഗീകരിക്കുമോ അതോ ആദ്യം ഘടകകക്ഷി ആക്കി മാറ്റുമോ? ഈ ഒരു ചോദ്യമാണ് കഴിഞ്ഞ 2-3 ദിവസങ്ങളായി തന്നെ ഇവരുടെ ചർച്ചകളിൽ പ്രധാനമായും വരുന്നത്. പക്ഷേ രണ്ടു കൂട്ടരും അത് പിന്നോട്ടില്ല. UDF ഇന്നലത്തെ നേതൃയോഗത്തിൽ അർദ്ധസംഖ്യയ്ക്ക് ഇടയില്ലാത്ത വിധം തന്നെ അത് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആദ്യം സ്ഥാനാർത്ഥിയെ അൻവർ പിന്തുണയ്ക്കട്ടെ എന്നുള്ള കാര്യം. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുമോ? താൻ UDFന്റെ ഭാഗമല്ലാത്തത് കൊണ്ടാണ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞതെന്നും പറയാനുള്ള കാരണങ്ങൾ പാർട്ടി UDFനൊപ്പം അല്ലെങ്കിൽ കൂടുതൽ വിശദീകരിക്കുമെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനം ഇതുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമാണ്. PV അൻവർ മത്സരിക്കുകയാണെങ്കിൽ അത് UDFനെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഷഹദ് റഹ്മാൻ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിലമ്പൂരിൽ നിന്ന്. ഷഹദ്, ഇന്ന് ആര്യടൻ ഷൗക്കത്ത് പത്രിക നൽകുകയാണ്. M സ്വരാജ് മണ്ഡലത്തിലെത്തുകയും ചെയ്യുന്നു. നാളെയാണ് LDFന്റെ കൺവെൻഷൻ. UDF LDF സ്ഥാനാർത്ഥികളുടെ പരിപാടികൾ ഷഹദ് എങ്ങനെയാണ്? ഉന്മേഷ, പ്രവിത, ഗുഡ് മോർണിംഗ്. അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിൽ മത്സരത്തിനുള്ള ചൂട് പിടിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം നിലമ്പൂരിലും പരിസര പ്രദേശങ്ങളിലും കനത്ത മഴയാണ്. പക്ഷേ ആ മഴയെ പോലും അവഗണിച്ച ഇന്നലെ LDFന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതിന് തൊട്ടുപിറകെ വലിയ രീതിയിലുള്ള ആഹ്ലാദ പ്രകടനമാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതിനെ കവച്ചു വെക്കുന്നതായിരിക്കും ഇന്നത്തെ പ്രകടനങ്ങൾ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് UDFന്റേതാകട്ടെ അതുപോലെ തന്നെ LDFന്റേതാകട്ടെ. M സ്വരാജ് 10 മണിയോടുകൂടി നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തും എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവിടെ നിന്നും വൻ വരവേൽപ്പാണ് സ്വരാജിന് ലഭിക്കുക. പാർട്ടി പ്രവർത്തകരുടെ വലിയ രീതിയിലുള്ള ഒരു സ്വീകരണം നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും. തുടർന്ന് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് വരികയും ചെയ്യും. അത് നഗരത്തിൽ പ്രകടനമായി ആഹ്ലാദ പ്രകടനത്തോടു കൂടിയിട്ടായിരിക്കും വരിക. പിന്നീട് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി റോഡ് ഷോ ആരംഭിക്കും. അതായത് മണ്ഡലത്തെ മുഴുവനായിട്ടും ഇളക്കിമറിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് LDF ആദ്യഘട്ടം തന്നെ, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം കുറച്ച് വൈകിയെങ്കിലും
ആ വൈകിയതിന് ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു ശക്തി പ്രകടനമായിരിക്കും മണ്ഡലത്തിൽ നടത്താൻ പോവുക എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള റോഡ് ഷോ ആണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ അതേ സമയത്ത് UDF-നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞു. വിവിധ നേതാക്കളുമായും ഒക്കെ കൂടിക്കാഴ്ച നടത്തി, പ്രത്യേകിച്ച് മത മേലധ്യക്ഷന്മാരും ഒക്കെ ആയിട്ട് കൂടിക്കാഴ്ച നടത്തി. ഇന്ന് ഏകദേശം 11 മണിയോടുകൂടി ഇത് പത്രികാ സമർപ്പണം നടക്കും എന്നുള്ളതാണ്. ആര്യാടൻ ഷൗക്കത്ത്, പ്രത്യേകിച്ച് ലീഗ്, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ 10 മണിയോടുകൂടി മണ്ഡലത്തിലെത്തും. 11 മണിയോടുകൂടി ആര്യാടൻ ഷൗക്കത്ത് ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. അതിനുശേഷം വിവിധ കൺവെൻഷനുകൾ ഉണ്ടാവും. ആ കൺവെൻഷനുകളിൽ പങ്കെടുക്കും. തുടർന്ന് നാളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ LDF-ന്റെ പ്രചാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് കൺവെൻഷന് എത്തും എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ മണ്ഡലം അക്ഷരാർത്ഥത്തിൽ ചൂട് പിടിക്കുകയാണ്. ഈ മഴയുണ്ടെങ്കിൽ പോലും ആ മഴയെ മാറ്റി നിർത്തിയാൽ വലിയ രീതിയിലുള്ള മത്സര ചൂടിലേക്കാണ് മണ്ഡലം കടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നത്തെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇന്ന് NDA-യുടെ സ്ഥാനാർത്ഥി അത് BDJS ആയിരിക്കും എന്നുള്ള സൂചനകളാണ് നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വരുന്നത്. അങ്ങനെയെങ്കിൽ BDJS-ന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും എന്ന സൂചനയുമുണ്ട്. ഏകദേശം ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും. ഇന്ന് അതായത് ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉണ്ടാകുമെന്ന് ഇന്നലെ തന്നെ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ PV അൻവർ സ്ഥാനാർത്ഥിയാവുകയാണെങ്കിൽ മണ്ഡലം ഒരു വലിയ രീതിയിലുള്ള മത്സരത്തിന് സാക്ഷ്യം വഹിക്കും. അതടക്കമുള്ള കാര്യങ്ങളിൽ ഇന്നൊരു അന്തിമ തീരുമാനം ഉണ്ടാകും. ശരി, ഷാഹിദ് റഹ്മാനും വിപിൻ സി വിജയനുമാണ് നിലമ്പൂരിൽ നിന്നുള്ള വിശദമായ വിവരങ്ങൾ നൽകിയത്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് ഇനി 9 മണിക്ക് PV അൻവർ നടത്താനിരിക്കുന്ന വാർത്താ സമ്മേളനമാണ്. തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കും 24. ഒളിമ്പ്യൻ ഷൈനി വിൽസൺ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ചെന്നൈ ഓഫീസിൽ നിന്ന് ജനറൽ മാനേജറായാണ് പടിയിറക്കം. സഹപ്രവർത്തകർക്ക് നന്ദി പറഞ്ഞ ഷൈനി വിൽസൺ വിരമിക്കലിന് ശേഷം കേരളത്തിൽ താമസിക്കണമെന്നും ആഗ്രഹം പ്രകടിപ്പിച്ചു. ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അത്ലറ്റിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായ എക്കാലവും നമ്മളതിൻ്റെ ചരിത്രം എടുത്തു നോക്കിയാൽ, ഒളിമ്പിക്സിൻ്റെ ചരിത്രമായാലും ഇങ്ങോട്ടുള്ള രാജ്യാന്തര മത്സരങ്ങളൊക്കെയും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ആദ്യ പേരുകാരിൽ ഒരാളാണ് എനിക്കിപ്പോൾ ഇപ്പോൾ ഉള്ളത്. തൻ്റെ ഔദ്യോഗിക ജീവിതം അത് അവസാനിപ്പിച്ച് സ്വകാര്യ ജീവിതത്തിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു പോവുകയാണ് നമ്മുടെ ഷൈനി വിൽസൺ മാം. അപ്പം എപ്പോഴും ഒരു അഭിമാനമാണ്. നമ്മളൊരു ചെറിയ ക്ലാസ് മുതലൊക്കെ തന്നെ ഇങ്ങനെ സ്പോർട്സിൻ്റെ ഫീൽഡിൽ നോക്കുമ്പോൾ ഏറ്റവും അധികം മുഴങ്ങിക്കേട്ടിരുന്ന ഒരാൾ ഒപ്പം തന്നെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഏത് തരത്തിലാണ് ഇവിടുത്തെ ഒരു ജോലിയെ സമ്മപ്പ് ചെയ്യുന്നത്? എനിക്ക് സന്തോഷമുണ്ട്. FCIയിൽ 41 വർഷവും 3 മാസവും ജോലി ചെയ്തതിൽ. ഇവിടെ FCIയിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. ജോലി ഇത്രയും വർഷവും എനിക്ക് ഫുൾ സപ്പോർട്ടായിരുന്നു. ഞാൻ FCIയോട് നന്ദി പറയുന്നു. എന്നാ പറയുന്നത്, നമുക്ക് നല്ലൊരു ജോലി FCIയിൽ കിട്ടി. ഞാനിപ്പോൾ FCIയിലെ ജനറൽ മാനേജറാണ്. അതൊരു സാധാരണ ഒരു IAS ഓഫീസേഴ്സിന് കിട്ടുന്ന, നമ്മൾ സ്പോർട്സുകാരാണ്, പക്ഷെ നമുക്ക് അങ്ങനെ ഒരു നല്ലൊരു പോസ്റ്റ് കിട്ടുന്നത് ഞാൻ വളരെ സന്തോഷവതിയാണ്. അത് സ്വാഭാവികമായിട്ട് ഈ സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഇത്ര മാത്രം ഒരു ജോലിയിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ പറ്റുമെന്നോ? ഒരു 40 ഇയേഴ്സ് ആയല്ലോ, 40 ഇയേഴ്സിന് 41 ഇയേഴ്സ് ആയി. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടൈമിലുള്ള ചാലഞ്ചിങ് ആസ് എ സ്പോർട്സ് പേഴ്സൺ ഇവരൊക്കെ എങ്ങനെയാണ് അക്കോമഡേറ്റ് ചെയ്തത്? ഏത് രീതിയിലാണ് മുന്നോട്ട് പോയത്? എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു. അങ്ങനെ ആരും അങ്ങനെ എന്നെ സീനിയേഴ്സൊക്കെ ഒത്തിരി മലയാളീസ് ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ എന്ത് കാര്യങ്ങളായാലും എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. ഇപ്പോഴായാലും എല്ലാ കാര്യങ്ങളും എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ആളുണ്ട്. അപ്പോൾ ഇനിയൊരു വ്യക്തി ജീവിതം, സ്വകാര്യ ജീവിതം എന്നുള്ളൊരു ഫാക്ടറിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടുള്ള ചോദ്യം എന്ന് വെച്ചാൽ, ചെന്നൈയിൽ തുടരുമോ അതോ നാട്ടിലേക്കൊക്കെ മടങ്ങാനുള്ള ചാൻസ് ഉണ്ടോ? നമുക്ക് ചെന്നൈയിൽ ഇവിടെ വീടുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് കഴിയുമ്പോൾ എറണാകുളത്ത് വല്ലതും പോയി സെറ്റിലാണെന്നാണ് മനസ്സിലായി. കാരണം നമ്മുടെ ബന്ധുക്കാരും എല്ലാവരും അവിടെയാണല്ലോ, നാട്ടിലാണല്ലോ. നമ്മുടെ പക്ഷേ ഇവിടെയാണ് എനിക്ക് സ്പോർട്സിൻ്റെ കാര്യങ്ങൾ. ഇവിടെ തമിഴ്നാട് അത്ലറ്റിക് അസോസിയേഷൻ വൈസ് പ്രസിഡൻ്റാണ്. അങ്ങനെ ഈവൻ തമിഴ്നാട് ഗവൺമെൻറ് എല്ലാ കാര്യങ്ങളും ഈ അവർക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും എന്നെ വിളിക്കാറുണ്ട്. അപ്പം എങ്ങനെയാണെന്ന് ഇതുവരെ, കാരണം നാട്ടിൽ പോയി നിൽക്കണമെന്നാണ് നമുക്ക് ഫുൾ ആഗ്രഹം. പക്ഷേ ഇവിടെ നമുക്ക് അതുപോലെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ട്രാക്കിലെ വേഗൽക്കാരി മിന്നൽ പിണറാണെങ്കിൽ അവിടെ അത് പിന്നെ വെള്ളത്തിലെ ഒരു മീനാണ്. അപ്പോൾ അത്തരത്തിൽ വിൽസൺ സാറിനെ നമുക്ക് എല്ലാവർക്കും അറിയാം, എപ്പോഴും ഒരു പാർട്ട് ആൻഡ് പാർസലായിട്ട് ഒപ്പം ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ ഈ ഒരു മൊമെൻറ്റിൽ എന്താണ് പാർട്ട്ണർ നൽകാനുള്ളൊരു ആശംസ ഒക്കെ? അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. കാരണം ഇക്കാലം പഴയ പോലെയല്ല. ഈ സമയത്ത് 41 വർഷം മെച്ചം ജോലി ചെയ്ത് വലിയ അച്ചീവ്മെൻ്റാണ്. അതും ഒരു പരിക്കുമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. വളരെ സന്തോഷമുണ്ട്. 84 അപ്പോയിൻറ്റ് ചെയ്തു. ഷൈനിയെ 81 തൊട്ട് അറിയാൻ ഞങ്ങൾ ഏഷ്യൻ ഗെയിംസിൻ്റെ ക്യാമ്പ് മുതലുണ്ട്. 84 മുതലാണ് കൂടുതൽ അടുത്തത്. ഏതായാലും നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് സന്തോഷത്തോടെ ഇറങ്ങാൻ പറ്റി. അതിന് എനിക്ക് പറയാനുള്ളത് ഷൈനയുടെ സത്യസന്ധതയും ആത്മാർത്ഥതയാണ്.
ഇനി വരുന്ന യങ്സ്റ്റേഴ്സ് ആണെങ്കിലും ആ സത്യസന്ധതയും, സ്പോർട്സുകാർ പ്രത്യേകിച്ച് ആ സത്യസന്ധതയും ആത്മാർത്ഥതയും കാണിക്കണം അവരവരുടെ ജോലിയോട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ഉപദേശമാണ് നൽകാനുള്ളത്. നമുക്കിവിടെ ഒരുപാട് പേരെ കാണാം. ഇവരൊക്കെയും ആശംസ അറിയിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കും ഇവർക്ക് ഇവിടെയുള്ളൊരു സ്ഥാനം, ആ ഒരു സ്നേഹമൊക്കെയും എന്തായാലും പറയാൻ പറ്റും. അപ്പോൾ ഇന്ത്യയുടെ അഭിമാനമായി മാറി നമ്മുടെ ഒളിമ്പിക് പതാക ആദ്യമായിട്ട് വഹിച്ച ഒരു വനിതയാണ്, ഇന്ത്യൻ വനിതയാണ്. അപ്പോൾ അത്തരത്തിൽ അതിലും അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ ഇതാ ജോലിയിൽ നിന്ന് റിട്ടയർ ആവുകയാണ്. എല്ലാവിധ ആശംസകളും 24 നേരുകയാണ്. ക്യാമറാമാൻ ശ്രീകാന്ത് ഗൗരീശപട്ടത്തോടൊപ്പം മുഹമ്മദ് റഹീസ്, 24 ചെന്നൈ. ഇനി നോക്കാം ചില കായിക വാർത്തകൾ ചുരുക്കത്തിൽ. ഇംഗ്ലണ്ട് ലയൺസിനെതിരായ മത്സരത്തിൽ ഇന്ത്യ എ ടീം ശക്തമായ നിലയിൽ. ഒന്നാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ 3 വിക്കറ്റിന് 409 റൺസ് എടുത്തു. 186 റൺസുമായി കരുൺ നായർ ക്രീസിൽ. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ഇന്ത്യയുടെ സ്വാതിക് ചിരാഗ് സഖ്യം ഇന്ന് കളത്തിൽ. ഉച്ചയ്ക്ക് 12:10 നടക്കുന്ന സെമി പോരാട്ടത്തിൽ എതിരാളികൾ മലേഷ്യൻ ജോഡി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ പ്രീ ക്വാർട്ടർ ലക്ഷ്യമിട്ട ഒന്നാം സീഡ് യാനിക് സിന്നറും നൊവാക് ജോക്കോവിച്ചും ഇന്ന് ക്വാർട്ടറിൽ. വനിതകളിൽ കോക്കോ ഗൌഫിനും ജസീക പെഗുലയ്ക്കും 3ാം റൗണ്ട് പോരാട്ടം. ട്രെന്റ് അലക്സാണ്ടർ അർണോൾഡ് ഇനി റയൽ മാഡ്രിഡ് താരം. ഔദ്യോഗിക പ്രഖ്യാപനമെത്തി. 2031 വരെ കരാർ. മാസിമിലിയാനോ അലഗ്രി AC മിലാൻ പരിശീലകൻ. 1 വർഷത്തിനിടെ AC മിലാന്റെ പരിശീലകനാകുന്ന 4ാമത്തെയാളാണ് അലഗ്രി. പാലക്കാട്ടെ കിണാശ്ശേരിയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളായ CJB സ്കൂളിന് ധനകാര്യ സ്ഥാപനമായ ഇന്റൽ മണിയുടെ കൈത്താങ്ങ്. അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപേ സ്കൂളിനായി വാനും വിദ്യാർത്ഥികൾക്കായി 40 സൈക്കിളുകളും പഠനോപകരണങ്ങളും ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹൻ ഗോപാലകൃഷ്ണൻ കൈമാറി. പരാധീനതകൾ പലതുമുണ്ട് പാലക്കാട് കിണാശ്ശേരിയിലെ സെൻട്രൽ ജൂനിയർ ബേസിക് സ്കൂൾ എന്ന CJB സ്കൂളിന്. 1930 ആരംഭിച്ച വിദ്യാലയത്തിൽ 1 മുതൽ 4 വരെ ക്ലാസുകളും പ്രീ പ്രൈമറി ക്ലാസുകളുമാണുള്ളത്. എയ്ഡഡ് സ്കൂളായ ഇവിടെ സമൂഹത്തിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള സാധാരണക്കാരായവരുടെ മക്കളാണ് പഠിക്കുന്നത്. നിലവിൽ 200ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിലുള്ളത്. സ്കൂളിലെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയാണ് ധനകാര്യ സ്ഥാപനമായ ഇന്റൽ മണി CJB സ്കൂളിനെ സഹായിക്കാനെത്തിയത്. കോർപ്പറേറ്റ് സാമൂഹിക ഉത്തരവാദിത്തത്തിന്റെ ഭാഗമായി സ്കൂളിനായി 1 വാനും കുട്ടികൾക്കായി 40 സൈക്കിളുകളും പഠനോപകരണങ്ങളും ഇന്റൽ മണി കൈമാറി. ഇന്റൽ ഗ്രൂപ്പ് ചെയർമാൻ മോഹനൻ ഗോപാലകൃഷ്ണൻ നേരിട്ടെത്തിയാണ് സ്കൂളിന് അവ നൽകിയത്. ഇന്റൽ മണിയുടെ ബിസിനസ് ഹെഡ് ജിജിത്ത്, മാർക്കറ്റിംഗ് ഹെഡ് ചഞ്ചൽ, ക്രെഡിറ്റ് ആൻഡ് CSR ഹെഡ് ശ്രീകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് 24. വയനാട് പുൽപ്പള്ളിയിൽ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ ആളില്ലാതെ കർഷകർ ദുരിതത്തിൽ. സപ്ലൈകോയ്ക്ക് നെല്ല് വിൽക്കാൻ കരാറായ കർഷകരാണ് നെല്ല് സംഭരിക്കാൻ ആളെത്താത്തതിനാൽ പ്രയാസം അനുഭവിക്കുന്നത്. പെരിക്കല്ലൂർ വരവൂർ പാടശേഖരത്തിലെ 40ഓളം കർഷകരാണ് കൊയ്തെടുത്ത നെല്ലുമായി കാത്തിരിക്കുന്നത്. മഴ ശക്തമായതോടെ കളങ്ങളിൽ സൂക്ഷിച്ചിരിക്കുന്ന നെല്ല് നശിച്ചു പോകുമെന്ന ആധിയിലാണ് പെരിക്കല്ലൂർ വരവൂർ പാടശേഖരത്തിലെ കർഷകർ. മെതിച്ചെടുത്ത നെല്ല് പ്ലാസ്റ്റിക് ചാക്കുകളിൽ കെട്ടി കളങ്ങളിൽ പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് മൂടിയിട്ടിരിക്കുകയാണ്. 2 ആഴ്ച മുമ്പാണ് കൊയ്ത്ത് നടത്തിയത്. തുടർന്ന് സപ്ലൈകോയ്ക്ക് നെല്ല് വിൽക്കാനുള്ള കരാറും തയ്യാറാക്കി. എന്നാൽ സപ്ലൈകോ നൽകിയ 4 മില്ലുകാരെ ബന്ധപ്പെട്ടെങ്കിലും ഇവരാരും നെല്ല് സംഭരിക്കാൻ തയ്യാറാകുന്നില്ലെന്ന് കർഷകർ പറയുന്നു. മഴ കനത്തതോടെ കർഷകരുടെ ആശങ്കയും കൂടി. സപ്ലൈകോ അധികൃതരുമായി ബന്ധപ്പെട്ടെങ്കിലും പ്രയോജനമൊന്നുമില്ലെന്ന് കർഷകർ. ഏകദേശം 1100 ചാക്കോളം നെല്ല് ഇവിടെ ഞങ്ങളുടെ കളത്തിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് സപ്ലൈക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുവരെയായിട്ടും സർക്കാർ അത് എടുക്കാനുള്ള ഒരു നടപടിക്രമങ്ങളൊന്നും ഇതുവരെയായിട്ട് ചെയ്തിട്ടില്ല. 4 മില്ലുകാർ ഞങ്ങളോട് എഗ്രിമെൻ്റ് വെച്ചു എന്നാണ് സപ്ലൈ ഓഫീസർ പറഞ്ഞത്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവർ നെല്ല് വേണ്ടാന്ന് പറഞ്ഞു. എന്നോട് എത്ര ചാക്ക് നെല്ലുണ്ടെന്ന് ചോദിച്ചു. ഏതാണ്ട് 1100 ചാക്കോളം നെല്ലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അവർ നെല്ല് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം എന്നോട് വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. 7 ലക്ഷം രൂപയോളം കച്ചി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത്രയും കൂടി ഒരു 3500 വണ്ടിൽ കച്ചി ചീഞ്ഞു പോയേക്കുവാണ്. ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി അടുത്ത കൃഷി ഇറക്കണമെങ്കിൽ ഈ നെല്ല് വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് ഇതാക്കാൻ. വരവൂർ പാടശേഖരത്തിൽ 40 ഏക്കറോളം ഇത്തവണ പുഞ്ചകൃഷി ചെയ്തിരുന്നു. കർണാടകയോട് ചേർന്ന് കിടക്കുന്ന പെരിക്കല്ലൂരിലെ വരവൂർ പാടത്ത് കാട്ടാനയടക്കമുള്ള വന്യമൃഗങ്ങളുടെ ശല്യം രൂക്ഷമാണ്. ഇത്തവണ ദിവസങ്ങളോളം കാവൽ കിടന്നാണ് നെല്ല് വിളവെടുപ്പിന് പാകമാക്കിയത്.
എന്നാൽ കൊയ്തെടുത്ത നെല്ല് വാങ്ങാൻ ആളില്ലാതായതോടെ ആശങ്കയിലാണ് കർഷകർ. 24 വയനാട്. നോക്കാം ചില ദേശീയ വാർത്തകൾ ചുരുക്കത്തിൽ. രാജ്യസഭാ സീറ്റ് ചർച്ച വേഗത്തിലാക്കി AIADMK. നടൻ വിജയകാന്തിന്റെ പാർട്ടിയായ DMDKയുമായി ചർച്ച നടത്തി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ DMDKയ്ക്ക് രാജ്യസഭാ സീറ്റ് നൽകാമെന്ന് AIADMK വാഗ്ദാനം ചെയ്തിരുന്നു. ദേശീയ ആഭ്യന്തര സെക്രട്ടറി ഗോവിന്ദ് മോഹൻ അടുത്തയാഴ്ച മണിപ്പൂർ സന്ദർശിച്ചേക്കും. മെയ്തി വിഭാഗം വീണ്ടും പ്രതിഷേധം ആരംഭിച്ച പശ്ചാത്തലത്തിലാണ് സന്ദർശന തീരുമാനം. പ്രദേശത്ത് സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം. പാർട്ടി വിടില്ല എന്ന സൂചന നൽകി PMK നേതാവ് അൻപുമണി രാംദാസ്. പാർട്ടി സ്ഥാപക പ്രസിഡന്റ് രാംദാസും മകനും വർക്കിംഗ് പ്രസിഡന്റുമായ അൻപുമണി രാംദാസും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ശക്തമായിരുന്നു. എന്നാൽ അച്ഛനൊപ്പം നീങ്ങാനാണ് താൽപര്യമെന്ന് അൻപുമണി വ്യക്തമാക്കി. വനിതാ ഡോക്ടർ അപമാനിച്ച കേസിൽ ജമ്മു കാശ്മീരിലെ ആം ആദ്മി പാർട്ടി MLA മെഹ്റാജ് മാലിക്കിനെതിരെ FIR. MLA ലേബർ റൂമിൽ കയറി ആശുപത്രിയിൽ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ഇത് തടയാനെത്തിയപ്പോഴാണ് വനിതാ ഡോക്ടറോട് തട്ടിക്കേറി അസഭ്യം പറഞ്ഞത് എന്നാണ് പരാതി. കോവിഡ് വ്യാപനം ഉടൻ അവസാനിക്കില്ല എന്ന് ലോകാരോഗ്യ സംഘടന ചീഫ് സയന്റിസ്റ്റ് ഡോക്ടർ സൗമ്യ സ്വാമിനാഥൻ. ഏതാനും മാസങ്ങൾക്കുള്ളിൽ കോവിഡ് വ്യാപനം വർദ്ധിക്കുമെന്ന് WHO. എന്നാൽ കോവിഡിനെ അതിജീവിക്കാനുള്ള പ്രതിരോധശേഷി മനുഷ്യരിൽ കൂടിയതിനാൽ ഭയപ്പെടേണ്ടതില്ല എന്നും സൗമ്യ സ്വാമിനാഥൻ. അറബിക്കടലിൽ അപകടത്തിൽപ്പെട്ട കപ്പലിന്റെ കമ്പനിയുമായി ചർച്ച നടത്താൻ 3 ഉന്നതതല സമിതികൾ രൂപീകരിച്ച് സർക്കാർ. പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി, ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സെക്രട്ടറി എന്നിവർ അധ്യക്ഷന്മാരായ സമിതികളാണ് രൂപീകരിച്ചത്. പ്രിൻസിപ്പൽ ഇംപാക്ട് അസസ്മെന്റ് ഓഫീസറായി നിയോഗിച്ച പരിസ്ഥിതി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയാണ് കപ്പൽ കമ്പനിയുമായി ചർച്ച നടത്തുന്ന നോഡൽ ഓഫീസർ. ഇനി ഇന്നറിയേണ്ട കാര്യങ്ങളിലേക്കാണ് നോക്കാം. ഇന്നറിയാം. കൊല്ലം കോക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക് നടക്കും. ഹരിപ്പാട് JCIയുടെ നേതൃത്വത്തിൽ സൗജന്യ തൈറോയിഡ് രോഗനിർണയ രക്തപരിശോധനാ ക്യാമ്പ്. ഇന്ന് രാവിലെ മുതൽ ക്യാമ്പ് ആരംഭിക്കും. കൊല്ലം തലച്ചിറ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപക ഒഴിവ് ഹിന്ദി അറബിക് വിഷയത്തിലേക്ക്. അഭിമുഖം ഇന്ന് രാവിലെ 10:30. കോട്ടയം കളത്തൂർ ഗവൺമെന്റ് UP സ്കൂളിൽ അധ്യാപക ഒഴിവുണ്ട്. ഒഴിവ് ഹിന്ദി വിഷയത്തിലാണ്. അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക്. അടിമലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പ്രീ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപക ഒഴിവ്. അഭിമുഖം ഇന്ന് രാവിലെ 11 മണിക്ക്. ദേശീയപാത തകർന്ന കൂരിയാട് വിദഗ്ധ സംഘം ഇന്ന് പരിശോധന നടത്തും. കേന്ദ്ര സർക്കാർ നിയോഗിച്ച 4-അംഗ സംഘമാണ് പരിശോധനയ്ക്കായി എത്തുക. തുടർന്ന് ദേശീയപാത തകരാനുണ്ടായ കാരണം, പരിഹാര മാർഗങ്ങൾ തുടങ്ങിയവ കാര്യങ്ങളടങ്ങിയ റിപ്പോർട്ട് സംഘം കേന്ദ്രത്തിന് സമർപ്പിക്കും. തുടർന്നായിരിക്കും സർക്കാർ കൂടുതൽ നടപടിയിലേക്ക് കടക്കുക. US കാര്യക്ഷമതാ വകുപ്പിൽ നിന്ന് പടിയിറങ്ങിയ ഇലോൺ മസ്കിന് നന്ദി പറഞ്ഞ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരുവരും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ട്രംപ് നന്ദി അറിയിച്ചത്. തന്റെ കമ്പനികളായ ടെസ്ല, SpaceX എന്നിവ കേന്ദ്രീകരിച്ചാകും ഇനി മസ്കിന്റെ പ്രവർത്തനം. വൈറ്റ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ട്രംപ് മസ്കിന് സ്വർണ്ണ താക്കോൽ സമ്മാനിച്ചു. ഗസയിൽ 2 മാസത്തേക്ക് വെടിനിർത്താൻ അമേരിക്ക മുന്നോട്ട് വെച്ച പദ്ധതി ഇസ്രായേൽ അംഗീകരിച്ചു. വെടിനിർത്തൽ നിർദ്ദേശം പരിശോധിച്ചു വരികയാണെന്ന് ഹമാസ് വ്യക്തമാക്കി. ഗസയിലെ ബന്ദികളിൽ ജീവനോടെയുള്ളവരിൽ 18 പേരെ മോചിപ്പിക്കുകയും 10 പേരുടെ മൃതദേഹങ്ങൾ കൈമാറുകയും ചെയ്യുന്നതിന് പകരമായി ഇസ്രായേൽ 60 ദിവസത്തേക്ക് വെടിനിർത്തുന്നതാണ് പദ്ധതി. US പ്രസിഡന്റ് ട്രംപിന്റെ പശ്ചിമേഷ്യ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് ആണ് പദ്ധതി അവതരിപ്പിച്ചത്. ഇസ്രായേൽ പദ്ധതി അംഗീകരിച്ചുവെന്ന് വൈറ്റ് ഹൌസ് വക്താവ് കരോലിൻ ലെവിറ്റ് അറിയിച്ചു. അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 70 പേർ കൊല്ലപ്പെട്ടതായി വിവരം. അതിർത്തി സംസ്ഥാനങ്ങളിൽ സുരക്ഷാ ഡ്രിൽ നടക്കും. വൈകിട്ട് 5 മണിക്കാണ് സുരക്ഷാ ഡ്രിൽ. പഞ്ചാബ്, ജമ്മു കശ്മീർ, രാജസ്ഥാൻ, ഗുജറാത്ത്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് സുരക്ഷാ ഡ്രിൽ നടക്കുക. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിരുന്നു. ഏത് സാഹചര്യത്തിലാണ് നിലവിൽ ഇത്തരത്തിൽ ഒരു മോക്ക് ഡ്രിൽ നടക്കുന്നത്? എങ്ങനെയാണ് മോക്ക് ഡ്രിൽ നടത്തുക?
വെരി ഗുഡ് മോർണിംഗ് പ്രവിത, ഉന്മേഷ്. പ്രധാനമന്ത്രി അടക്കമുള്ള നേതാക്കൾ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചിട്ടില്ല എന്ന് ആവർത്തിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വീണ്ടും പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന 4 സംസ്ഥാനങ്ങളടക്കം 5 സംസ്ഥാനങ്ങളിൽ മോക്ക് ഡ്രിൽ ഇന്ന് നടത്തുന്നത്. ഇന്ന് വൈകിട്ട് 5 മണിക്കാണ് ഈ സുരക്ഷാ മോക്ക് ഡ്രിൽ നടത്തുന്നത്. പ്രധാനമായും ഈ കൺട്രോൾ റൂമിൻ്റെ പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ ഒരു എയർ റെയ്ഡ് ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെയാണ് സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറുന്നത് അടക്കമുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചായിരിക്കും ഈ മോക്ക് ഡ്രിൽ നടത്തുക. ജമ്മു കശ്മീർ, പഞ്ചാബ്, രാജസ്ഥാൻ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങൾക്ക് പുറമെ ഹരിയാനയിലും മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ട്, ചണ്ഡീഗഡിലും മോക്ക് ഡ്രിൽ നടത്തുന്നുണ്ട്. നേരത്തെ നടത്താൻ നിശ്ചയിച്ചിരുന്നെങ്കിലും പിന്നീട് ചില സാങ്കേതികവും ഭരണപരവുമായ കാരണങ്ങളാൽ മാറ്റിവെച്ച മോക്ക് ഡ്രില്ലാണ് ഇന്ന് വൈകിട്ട് 5 മണിക്ക് നടത്തുന്നത്. ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും എല്ലാ ജില്ലകളിലും ഈ അതിർത്തി മേഖലകളിലായുള്ള 22 ജില്ലകളിലായാണ് ഈ മോക്ക് ഡ്രിൽ നടത്തുന്നത്. ഈ മോക്ക് ഡ്രിൽ നടത്തുക ഇതിൽ പ്രധാനമായും ഒരു നിർണായക തീരുമാനം എന്നുള്ളത് ഇനി എല്ലാ മാസവും ഇത്തരത്തിലുള്ള സുരക്ഷാ മോക്ക് ഡ്രില്ലുകൾ നടത്തുക ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ഇതോടെ മോർണിംഗ് ന്യൂസ് പൂർത്തിയാവുകയാണ്.